കളമശ്ശേരി പൊട്ടച്ചാൽ ഭാഗത്തുണ്ടായിട്ടുള്ള വലിയ തോതിലുള്ള വെള്ളക്കെട്ട് അത് പരിഹരിക്കുന്നതിനാവശ്യമായിട്ടുള്ള സമഗ്രമായ പഠനം ഇറിഗേഷൻ വകുപ്പിനെ ചുമതലപ്പെടുത്തി നടത്തുകയുണ്ടായി. ആ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പദ്ധതിയും ശാശ്വതമായി പരിഹാരമുണ്ടാക്കാൻ തയ്യാറാക്കിയിരുന്നു. അത് റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവ് അംഗീകരിച്ചു. 14.5 കോടി രൂപയാണ് ഈ പദ്ധതിയുടെ ചിലവായിട്ടുള്ളത്. അപ്പം അതിൻ്റെ ഭാഗമായി ആ പ്രദേശങ്ങളിൽ വരുന്ന വാർഡ് കൗൺസിലർമാർ, റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ, മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പ്രതിനിധികൾ അവരെല്ലാവരും വിളിച്ചു ചേർത്തുകൊണ്ട് പദ്ധതിയുടെ അവതരണം ഇന്ന് നടത്തുകയുണ്ടായി. അവരിൽ നിന്ന് ഉയർന്നു വന്ന നിർദ്ദേശങ്ങൾ കൂടി ഉൾപ്പെടുത്തി അത് ഒന്നുകൂടി സമഗ്രമാക്കിയിട്ടുണ്ട്. ഏറ്റവും വലിയ തോതിലാണ് ഈ പണം ചെലവഴിച്ചുകൊണ്ട് സർക്കാർ ഈ പദ്ധതി ഏറ്റെടുക്കുന്നത്. സാധാരണ ഡ്രെയിനേജുകളുടെ കാര്യങ്ങളെല്ലാം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഉത്തരവാദിത്തമാണെങ്കിലും ഇവിടെ ഉണ്ടായിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് ഗവൺമെൻറ് തന്നെ ആ ചുമതല ഏറ്റെടുത്തിട്ടുള്ളത്. 18 മാസം കൊണ്ട് പൂർത്തീകരിക്കുന്ന രൂപത്തിലാണ് ഇപ്പോൾ പദ്ധതി വിഭാവനം ചെയ്തിട്ടുള്ളത്. എല്ലാ വിധത്തിലുള്ള പിന്തുണയും എല്ലാവരുടെ ഭാഗത്തുമുണ്ട്. 10% ഇതിൻ്റെ ഫണ്ട് മുനിസിപ്പാലിറ്റി വഹിക്കണമെന്ന നിബന്ധനയും അത് മുനിസിപ്പാലിറ്റിയും അംഗീകരിച്ചിട്ടുണ്ട്. റീബിൽഡ് കേരളയായിരിക്കും പ്രവർത്തനങ്ങൾക്കാകെ മേൽനോട്ടം വഹിക്കുന്നത്. ഇറിഗേഷൻ വകുപ്പാണ് ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ പോകുന്നത്.